ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ICT ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വെനം മോഡലാണ്. ഓക്കെ, അതിനു മുമ്പായിട്ട് ഇപ്പം നിങ്ങളൊരു സ്ട്രാറ്റജി, ഇപ്പം എവിടെ ആണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പുതിയതായിട്ട് കാണുക അല്ലെങ്കിൽ പഠിക്കുവാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി നിങ്ങളൊരു 100 ടൈംസ് എങ്കിലും ലൈവ് മാർക്കറ്റിൽ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പം പല ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരിപ്പം ഇപ്പോൾ ഡെമോ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മളിങ്ങനെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഡെമോയിൽ. ഓക്കെ, അപ്പം എന്നാൽ അത് റിയൽ മണിയിലോട്ട് വരുമ്പോൾ നമ്മളുടെ ആ ഒരു ഇമോഷനെ അത് ബാധിക്കും. അതായത് അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ലോസ് കാണുവാണെങ്കിൽ നിങ്ങൾ ചിലപ്പം ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കും. മാർക്കറ്റ് താഴോട്ടിറങ്ങും അല്ലെങ്കിൽ ഇപ്പം ആ ഒരു രീതിയിൽ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം പ്രോഫിറ്റ് കാണുവാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു കിട്ടിയ പ്രോഫിറ്റൊക്കെ ആയിട്ട് ചാടി ഇറങ്ങും. അപ്പോൾ അങ്ങനത്തുള്ള ഒരു ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു സ്ട്രാറ്റജി പഠിക്കുമ്പം മിനിമം മാർക്കറ്റിൽ ഒരു 100 ടൈംസ് എങ്കിലും അത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെച്ച് ആ ഒരു കറക്റ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഏതൊരു സ്ട്രാറ്റജി പഠിക്കുകയാണെങ്കിലും മിനിമം ഒരു 100 ടൈംസ് എങ്കിലും മാർക്കറ്റിൽ അത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കി കോൺഫിഡൻസ് വരുത്തുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്നുകൂടെ കൂടി വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രികൾ എടുക്കാനായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് ഈ ഒരു വെനം മോഡൽ എന്ന് നോക്കാം. ICTയിൽ വെനം മോഡൽ എന്താണെന്ന് നോക്കാം. ഈ വെനം മോഡൽ എന്ന് പറയുന്നത് മാർക്കറ്റിൽ പൂർണ്ണമായിട്ടും സെഷൻസും അതുപോലെ തന്നെ ലിക്വിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ICTയിൽ വെനം മോഡൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്, മില്യൺ കണക്കിന് ഡോളേഴ്സ് എല്ലാം മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഏത് സെഷനിലാണ്? ന്യൂയോർക്ക് സെക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ന്യൂയോർക്ക് സെക്ഷന് മുമ്പായിട്ടുള്ള ലണ്ടൻ സെഷനാണ്. ഓക്കെ, പൂർണ്ണമായിട്ടും മാർക്കറ്റ് ആ ഒരു ലണ്ടൻ സെഷൻ്റെ ആ ഒരു ലിക്വിഡിറ്റിയും കാര്യങ്ങളുമൊക്കെ എടുത്തുകൊണ്ടുള്ള മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളുമാണ് നമ്മൾ വെനം മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പം അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം ഫോളോ ചെയ്ത് നമ്മൾ എൻട്രി എടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പായിട്ട് ടു അപ്ലൈ ദ വെനം മോഡൽ കറക്റ്റ്ലി യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ബേസ്. ദിസ് സ്ട്രാറ്റജി സ്റ്റാൻഡ്സ് ഓൺ 5 key elements ആൻഡ് ഈച്ച് പ്ലേസ് എ ഡിഫറൻറ്റ് റോൾ ഇൻ ദ എൻട്രി പോയിന്റ്. നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വെനം മോഡലിൻ്റെ ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ശേഷം നിങ്ങളിത് മാർക്കറ്റിൽ പക്കയായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഒരു വെനം മോഡൽ നമ്മൾ പഠിക്കുക. മാർക്കറ്റ് ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ വെനം മോഡൽ അത് കറക്റ്റ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്ത് പോകും. ഓക്കെ, ചിലപ്പോൾ മാർക്കറ്റ് ആ ഒരു കാര്യം റെസ്പെക്റ്റ് ചെയ്യാണ്ട് പോവുകയും ചെയ്യും. ഇനി റെസ്പെക്റ്റ് ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ അതിൻ്റേതായ റീസൺസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന റൂൾസും കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്മളിവിടെ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലണ്ടൻ്റെ ലിക്വിഡിറ്റി. ഓക്കെ, അതായത് ലണ്ടൻ സെഷൻ്റെ ഹൈയും ലണ്ടൻ സെഷൻ്റെ ലോയും നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ എന്ത് ചെയ്ത് വെക്കുക, നമ്മളിവിടെ കറക്റ്റായിട്ട് നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ കഴിഞ്ഞാൽ ന്യൂയോർക്ക്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പം ഇവിടെ ഇപ്പം നമ്മളിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പം ലണ്ടൻ്റെ ഹൈ കാണാൻ പറ്റും, അതുപോലെ തന്നെ ലണ്ടൻ്റെ ലോയും കാണാൻ പറ്റും. അപ്പം ഇവിടെ മാർക്കറ്റ് ആ ഒരു ലണ്ടൻ്റെ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുക്കണം. ലണ്ടൻ്റെ ആ ഒരു ലണ്ടൻ സെഷൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ പ്രോപ്പറായിട്ട് എടുക്കണം. എങ്ങനെ എടുക്കണം? ഇപ്പം ലണ്ടൻ സെഷൻ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പം ലണ്ടൻ സെഷൻ കഴിഞ്ഞു. ലണ്ടൻ സെഷൻ കഴിഞ്ഞു. ഓക്കെ, അവിടെ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂയോർക്ക് സെക്ഷനാണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് ആ ഒരു ലണ്ടൻ സെഷൻ്റെ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുക്കുക. ഓക്കെ, ടുക്ക് ഔട്ട് ദ ലോ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ആ ഒരു ലണ്ടൻ്റെ ഹൈൻ്റെ ലിക്വിഡിറ്റി എടുക്കുക. അപ്പം ഈ ഒരു കാര്യം കുറച്ചുകൂടി എങ്ങനെ നമുക്ക് വിൻ റേറ്റ് കൂട്ടാമെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇവിടെ മാർക്കറ്റ് ലണ്ടൻ്റെ ഹൈയുടെ ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ ലണ്ടൻ്റെ ലോയുടെ ലിക്വിഡിറ്റിയോ മാർക്കറ്റ് ഇവിടെ എടുത്തിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ലണ്ടൻ്റെ ലോയാണ് ഇവിടെ. ഓക്കെ, ഇവിടെ ലണ്ടൻ്റെ ലോയാണ്. ഓക്കെ, ആ ഒരു ലണ്ടൻ്റെ ലോൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ എടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നു.
അങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ മാർക്കറ്റ് എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു FEG തന്നുകൊണ്ട് മൂവ് ചെയ്യണം. എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു FEG തന്നുകൊണ്ട് മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്താണ്, ഒരു BPR കിട്ടും. BPR എന്താണെന്ന് വെച്ചാൽ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. ഓക്കെ, ഈ ഒരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് നമുക്ക് എങ്ങനെ നോക്കാമെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടിറങ്ങി വന്ന് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഒരു ഇംബാലൻസ് കാണാൻ പറ്റും. ഇവിടെ എന്താണ്, ഒരു ഇംബാലൻസ് കാണാൻ പറ്റും. അതിനുശേഷം ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പം ഇവിടെയും നിങ്ങൾക്കൊരു ഇംബാലൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇംബാലൻസ് ഇവിടെ എടുക്കുമ്പോൾ, അതായത് ഈ ഒരു FEG നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ, ഓക്കെ, അതായത് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം FEG തന്ന് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു FEGയിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു എൻട്രി നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിന് കുറച്ചുകൂടി റൂൾസും കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു BPR നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ എന്താണ്, ഒരു FEG ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു FEG മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മറ്റൊരു FEG കൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യണം. എപ്പോൾ, ന്യൂയോർക്ക് AM-ൽ. ഓക്കെ, അപ്പം മാർക്കറ്റ് ലോൻ്റെ ലിക്വിഡിറ്റി എടുക്കുന്നു. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം എന്താണ്, കറക്റ്റ് ഒരു BPR അല്ലെങ്കിൽ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ഫോം ആവുന്നു. സോ നമ്മൾ ഈ ഒരു FEG എടുത്തുകൊണ്ട് ഈ ഒരു FEGയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എൻട്രി നോക്കുന്നത്. അപ്പം അതിന് മുമ്പായിട്ട്, ആ ഒരു FEGയിലൊക്കെ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാർക്കറ്റ് എന്ത് തന്നിരിക്കണം, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിരിക്കണം. അതെപ്പോഴായിരിക്കണം, ആ ഒരു ന്യൂയോർക്ക് സെക്ഷനിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ കിട്ടി, മാർക്കറ്റ് ആ ഒരു ലണ്ടൻ്റെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള FEG എന്ന മാർക്കറ്റ് മുകളിലോട്ട് പോയതിന് ശേഷം എന്താണ്, ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം ആ ഒരു BPRൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു എൻട്രി മുകളിലോട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ, ഓക്കെ, ഇവിടുന്ന് ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് മൂവ് ചെയ്തു, ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം നമ്മളിവിടെ നോക്കേണ്ട കാര്യം, മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്ന ആ ഒരു റേഞ്ച് എന്തായിരിക്കണം, ആ ഒരു ഡിസ്കൗണ്ട് റേഞ്ച് ആയിരിക്കണം. ഓക്കെ, നമുക്കറിയാം 0.5 ഇക്വിലിബ്രിയമാണ്. 0.5 അല്ലെങ്കിൽ 0.5 തൊട്ട് താഴെയായിട്ടോ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താണ്, ആ ഒരു റിസ്ക് അത്രയും കുറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു BPRൽ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻട്രി എടുക്കുക. മാക്സിമം എന്താണ്, ആ ഒരു ഡിസ്കൗണ്ട് റേഞ്ചിൽ മാർക്കറ്റ് വന്ന് ഇറങ്ങാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾ നോക്കണം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ന്യൂയോർക്ക് സെക്ഷനിലാണോ എന്നുള്ള കാര്യം കൂടി നിങ്ങളത് കൺഫേം വരുത്തുക. ഓക്കെ, നമ്മളിവിടെ ETയിലാണ് പറയുന്നത്, നിങ്ങൾക്കത് ഇന്ത്യൻ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ്, വിഡ്രോവൽ ഓഫ് ലിക്വിഡിറ്റി, BPR, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, റോൾ ബാക്ക്, പിന്നെ ടൈം ഫ്രെയിംസ്. ഓക്കെ, ഈ ടൈം ഫ്രെയിമിൻ്റെ കാര്യവും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. അപ്പോൾ നമ്മളിവിടെ എന്താണ്, ലണ്ടൻ്റെ ലിക്വിഡിറ്റി നോക്കി. ഓക്കെ, അതുപോലെ തന്നെ BPR കിട്ടിയെന്ന് നോക്കി, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയെന്ന് നോക്കി. ഓക്കെ, പിന്നീട് റോൾ ബാക്ക്, പിന്നീട് ടൈം ഫ്രെയിം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഒരു ചാർട്ടിൽ എന്താണ് ക്ലിയർ ആയിട്ട് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ദ സെക്കൻഡ് റീസൺ, അവോയ്ഡിങ് ഓവർ കംപ്ലീറ്റഡ് സിസ്റ്റംസ്. അതായത് നിങ്ങളിവിടെ ഈ ഒരു എൻട്രി, ഈ ഒരു വെനം മോഡൽ നിങ്ങൾ നോക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളും ക്ലിയർ ആയിരിക്കണം. ക്ലിയർ അല്ലെങ്കിൽ മാർക്കറ്റ് ഇറങ്ങി മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും. ഓക്കെ, അതായത് ഫസ്റ്റ് വൺ എന്താണ്, ആ ഒരു ലണ്ടൻ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്നുണ്ടോ എന്ന് പ്രോപ്പറാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ ആ ഒരു ഇംബാലൻസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വന്ന ആ ഒരു BPRൽ ടാപ്പ് ചെയ്യുമ്പോഴുള്ള മാർക്കറ്റിൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിജക്ഷൻ വാച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എൻട്രി പുഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം, ഏഷ്യൻ സെഷൻ കാണാം, ലണ്ടൻ സെഷൻ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, ആ ഒരു ലണ്ടൻ സെഷനിൽ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഏഷ്യൻ്റെ ലോ കാണാൻ പറ്റും. ഓക്കെ, ലണ്ടൻ്റെ ഹൈ കാണാൻ പറ്റും, ലണ്ടൻ്റെ ലോയും കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ലണ്ടൻ്റെ ഹൈ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കുക. ഓക്കെ, പിന്നെ സെഷൻ ഓവർലാപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ലണ്ടൻ്റെ ഹൈയെ, ഓക്കെ, ലണ്ടൻ കഴിഞ്ഞു, ലണ്ടൻ്റെ ഹൈയെ മാർക്കറ്റ് ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയേക്കുന്നതാണ്.
അപ്പം ശരിക്കും ഈ ഒരു വെനം മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? മാർക്കറ്റ് ആ ഒരു ഇംബാലൻസും കാര്യങ്ങളും തരുമ്പോഴാണ്. ഓക്കെ, അപ്പം ശരിക്കും മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലായിട്ട് എന്ത് തന്നിട്ടുണ്ട്? സ്ട്രോങ് ആയിട്ടുള്ള ഒരു FEG തന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും എന്താണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു FEG ഇവിടെയുണ്ട്. എന്നാൽ ആ ഒരു FEG മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയേക്കുന്നതും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബ്രേക്ക് കിട്ടി, ഇപ്പോൾ ലണ്ടൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ ആ ഒരു റിയാക്ഷനും കാര്യവും കണ്ടു. അപ്പം നമുക്കിവിടെ എന്താണ് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആയിട്ട് താഴോട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു BPR നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എവിടെ ആയിട്ടാണ്? ഈ ഒരു റേഞ്ചിലായിട്ട് നമുക്ക് നല്ലൊരു BPRും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടിറങ്ങി, ലിക്വിഡിറ്റി ഇവിടെ എടുത്തു, മാർക്കറ്റ് ഇവിടെ വന്ന് ഇനി വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ കൂടെ എന്തുകൂടെ വേണം? മാർക്കറ്റിൽ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കൂടി നമുക്ക് കിട്ടിയിരിക്കണം. അപ്പം ഇവിടെ നമുക്ക് ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ടൊരു FEG കാണാൻ പറ്റും, ഇവിടെ ആയിട്ട് എന്താണ് ആ ഒരു BPRും കാണാൻ പറ്റും. എന്നാൽ മാർക്കറ്റിൽ നമ്മൾ എന്തുകൂടി നോക്കണം? മാർക്കറ്റ് ആ ഒരു ഡിസ്കൗണ്ട് നമുക്ക് അത്രയും റിസ്ക് കുറയാൻ വേണ്ടി മാർക്കറ്റിൻ്റെ ആ ഒരു ഫസ്റ്റ് ആ ഒരു നമ്മളാ ക്രിയേറ്റ് ചെയ്ത ഒരു BPRൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് ആ ഒരു രീതിയിൽ എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. കൂടാണ്ട് നമുക്കിവിടെ ആ ഒരു ടാർജറ്റ് എന്നുള്ളത് ഏഷ്യൻ്റെ ലിക്വിഡിറ്റി വരെ നമുക്ക് ടാർജറ്റ് എടുക്കാനും പറ്റും. അപ്പം ഈ രീതിയിലാണ് നമ്മൾ വെനം മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും നല്ലൊരു എൻട്രി മെത്തേഡാണ്. പക്ഷേ ഈ ഒരു എൻട്രി മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് എന്താണ് മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ഒരു ലണ്ടൻ സെഷനൊക്കെ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഏഷ്യനുണ്ട്, ലണ്ടനുണ്ട്, ഓക്കെ, അതിനുശേഷം ന്യൂയോർക്കുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റിയും കാര്യങ്ങളുമൊക്കെ മാർക്കറ്റ് ഒരു സപ്ലൈ ഏരിയയിലേക്കാണ് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ടിറങ്ങിയെന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? ഓക്കെ, നമുക്ക് ഈ ഒരു ഈ ഒരു സ്ട്രാറ്റജി അത്രയും കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ICTയിൽ നമ്മൾ വെനം മോഡൽ സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ടൈം ഫ്രെയിം, നിങ്ങൾ മിനിമം ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിലെങ്കിലും നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നീട് കൺഫർമേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് 5 മിനിറ്റ്സിലോട്ട് മാറ്റി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് ICTയിൽ വെനം മോഡൽ സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ സ്ട്രാറ്റജിയും മിനിമം 100 ടൈംസ് എങ്കിലും മാർക്കറ്റിൽ വർക്കൗട്ട് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കി നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കൂട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.